ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ലീഫ് കൊണ്ട് 5 ആനിമൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ഒരു പെൻ ഓർ പെൻസിൽ, ഒരു ലീഫ്. പെട്ടെന്ന് ഗാർഡനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ലീഫ് എടുത്തുകൊണ്ട് വന്നാൽ മതി, ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 ആനിമൽസിനെ വരയ്ക്കാം. അപ്പം നമ്മൾ ഒരു ലീഫ് കൊണ്ട് 5 ആനിമൽസിനെ വരയ്ക്കും. റെഡിയാണോ? ലെറ്റ്സ് സ്റ്റാർട്ട്. So I'm going to show you how to draw amazing things with leaves. So first amazing thing, നമ്മൾ ലീഫ് കൊണ്ട് വരയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു ടോർട്ടോയ്സ് ഓർ ടോട്ടിൽ. സോ നമ്മൾ ലീഫിനെ ഇങ്ങനെ വെക്കണം, എന്നിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്യണം ലീഫിന്. ലീഫ് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, നമുക്ക് ടേർട്ടിലിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ടേർട്ടിലിന് വേണ്ടി ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയല്ലോ. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ടേർട്ടിലിൻ്റെ തല വരയ്ക്കണം. ആമയുടെ തല വരയ്ക്കാൻ നമ്മളിങ്ങനെ ഒരു സർക്കിൾ പോലെ വരയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കണ്ണ് കൊടുക്കണം. ഇങ്ങനെ കണ്ണ് കൊടുക്കുക. എന്നിട്ട് ഞാനൊന്ന് ബ്ലാക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്തു കണ്ണിന്. ഇനി ഞാൻ 2 കൈ വരയ്ക്കാം. പിന്നെ ബാക്കിൽ കുറച്ച് കാലുണ്ട്, 2 കാല്, അതിങ്ങനെ വരച്ചു. പിന്നെ കുറച്ച് ഡോട്ട്സ്. ആൻഡ് ദെൻ ഷെല്ലിന് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷെല്ലിങ്ങനെയല്ല ഷേപ്പ്, കുറേ ഷേപ്സ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. സ്ട്രെയിറ്റ് ഒന്നും ആവണമെന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച ഷെല്ലായി. ഇനി ഇവിടെ ഒരു മൗത്ത് ആൻഡ് നോസ്. അപ്പോൾ നോക്കൂ, ഒരു ലീഫ് കൊണ്ട് നമ്മൾ ഒരു ടേർട്ടിൽ വരച്ചു. ആർ യു റെഡി ഫോർ ദ നെക്സ്റ്റ് വൺ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ലീഫ് കൊണ്ട് നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നത്? ലെറ്റ്സ് ഡ്രോ ലേഡി ബഗ്. ഓക്കെ, ആർ യു റെഡി? ഓൾ റൈറ്റ്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ഷേപ്പിന് വേണ്ടി ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാം. ഔട്ട്ലൈൻ വരച്ചോ? അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നേരത്തെ ഫേസ് കൊടുത്തില്ലേ ടേർട്ടിലിൻ്റെ, അതേപോലെ അകത്തിങ്ങനെ കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തോ? ഇനി നമുക്ക് കുറച്ച് കാല് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ സർക്കിൾസ്. ലേഡി ബഗിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഹാസ് മെനി ബ്ലാക്ക് സ്പോട്ട്സ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ സ്പോട്ട്സ് കൊടുത്തു. ഇനി സ്പോട്ട്സ് ബ്ലാക്ക് കളറാണ്. അപ്പം നമുക്ക് ബ്ലാക്ക് കളർ ഷെയ്ഡ് ചെയ്യാം. ഇനി എന്താണ്? ഫേസ്. 2 ഐസ്, ഒരു മൗത്ത്, ഒരു നോസ്, ആൻഡ് ഇങ്ങനെ ഒരു ആൻറ്റിന പോലെ ഉണ്ട്. വാവ്! അപ്പോൾ നമ്മൾ ലീഫ് കൊണ്ട് നെക്സ്റ്റ് കാര്യം വരച്ചു. അതെന്താണ്? ഒരു ലേഡി ബഗ്. ഇനി എന്ത് വരയ്ക്കണം? ഇനി നമുക്ക് നെക്സ്റ്റ് ലീഫ് കൊണ്ട് എന്ത് വരയ്ക്കണം? ഒരു ഫോക്സ് വരച്ചാലോ? ഓൾ റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ വെച്ചു ലീഫിനെ. എന്നിട്ട് ഒരു ഫോക്സ് വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊരു സ്ലീപ്പിംഗ് ഫോക്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. പിന്നെ ഇവിടെ ഓട്ട് ലൈൻ വരയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ മനസ്സിലാകും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ഇങ്ങനെ ഇങ്ങനെ ഒരു ലീഫ്, കുഞ്ഞ് ലീഫിൻ്റെ ഷേപ്പായി. അത് കഴിഞ്ഞ് ഇത് ഇവിടോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇയേഴ്സ്. ഇത് സ്ലീപ്പിംഗ് ഫോക്സ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഐസ്. ഇനി നോസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെന്താ? ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ഫോക്സിൻ്റെ ടെയിലാണ്.
ഇവിടെ ഒരു കാലുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീപ്പിംഗ് ഫോക്സ് ആയിട്ടുണ്ട്. വാവ്, ഇപ്പം ലീഫ് കൊണ്ട് നമുക്ക് 3 ആനിമൽസിനെ വരച്ചു. നെക്സ്റ്റ് ഏത് ആനിമലാണ്? നമ്മൾ സ്ലീപ്പിംഗ് ഫോക്സ് കഴിഞ്ഞു, ലേഡി ബഗ് കഴിഞ്ഞു, ടേർട്ടിൽ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വെയിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വെയിൽ വരയ്ക്കാനായിട്ട് നമ്മൾ പിന്നെയും ലീഫിൻ്റെ ഔട്ട്ലൈൻ ചെയ്യണം. ഓക്കെ, ഔട്ട്ലൈൻ ചെയ്തെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് ബാക്കിലോട്ട് ഒരു ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു കേവ് കൊടുക്കുക, ഒരു ഹാർട്ട് പോലത്തെ ഷേപ്പ്. ഇതാണ് വെയിലിൻ്റെ ടെയിൽ. ഇനി ഇവിടെ ഒരു സർക്കിൾ, അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് സർക്കിൾ. ഇപ്പോൾ വെയിലിൻ്റെ കണ്ണായി. ഇനി കുറച്ച് ഇങ്ങനെ ചെയ്താൽ ഇത് വെയിലിൻ്റെ ഫിന്നാകും. പിന്നെ നമുക്ക് വെയിലിൻ്റെ താഴെ ഇങ്ങനെ ലൈൻസ് കൊടുക്കാം, എത്ര ലൈൻസ് വേണമെങ്കിലും കൊടുക്കാം. ഇനി കുറച്ച് ബബിൾസ്. വെയിൽസ് വെള്ളത്തിൻ്റെ അടിയിലല്ലേ, അപ്പം കുറച്ച് ബബിൾസ്. അങ്ങനെ നമ്മൾ ലീഫ് കൊണ്ട് വെയിലുണ്ടാക്കി. ഇനി നമുക്ക് 5th ഡ്രോയിങ് റെഡി? ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വരയ്ക്കാം. ഇവിടെ അടുത്ത ലീഫിൻ്റെ ഔട്ട്ലൈൻ. ഗെസ്റ്റ് ചെയ്യാമോ എന്താ വരയ്ക്കാൻ പോകുന്നതെന്ന്? ഇതാണ് ഒരു മൗസ്. യെസ്, ഒരു ലീഫ് കൊണ്ട് നമ്മൾ മൗസ് വരയ്ക്കാൻ പോവാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കാല്, ഇത് മൗസിൻ്റെ കാല്. ഇനി ഇവിടെ ഒരു കേവ് വരയ്ക്കുക, സി പോലെ ഒരു തിരിഞ്ഞ സി ഇവിടെയും വരയ്ക്കാം. ഇത് ഇയേഴ്സ്. ഇനി ഇവിടെ ഇല്ലേ ഈ ഇലയുടെ ടിപ്പിൽ ഒരു വലിയ റൗണ്ട് വരച്ച് അത് ബ്ലാക്ക് അടിക്കാം. നോസായി. ഇവിടെ ഒരു ഡോട്ട് ചെയ്ത് ഐസ്. ഇനി ഈ നോസിൻ്റെ താഴേന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇപ്പം ആയില്ലേ മൗസിൻ്റെ ഒരു ഫേസ്. ഇനി ഇവിടെ തന്നെ ഒരു കൈ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. നമ്മൾ മൗസ് ചീസ് തിരുന്ന പോലെ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് വരും. അതിൻ്റെ ചീസിൽ കുറേ ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനെ ഹോള് വരയ്ക്കണം. ഇപ്പം മൗസ് ചീസ് കഴിക്കുന്ന പോലെ ആയില്ലേ. ഈ മൗസിൻ്റെ ടെയിൽ മറക്കണ്ട, അതിങ്ങനെ കുറച്ചിങ്ങനെ കേവായിട്ടിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ. യെസ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ 5 ഡ്രോയിങ്സ് വിത്ത് എ ലീഫ്? സോ നമ്മൾ ഒരു ലീഫ് കൊണ്ട് ഒരു ടേർട്ടിലിനെ വരച്ചു, ഒരു വെയിലിനെ വരച്ചു, ഒരു ഫോക്സിനെ വരച്ചു, ഒരു സ്ലീപ്പിംഗ് ഫോക്സ്, പിന്നെ ഒരു മൗസ് ചീസ് കഴിക്കുന്നത്, ആൻഡ് ദെൻ 1 ലേഡി ബഗ്. അപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കളർ ചെയ്യാം. അപ്പം ഞാൻ കളർ ചെയ്യാൻ പോവാം, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ആദ്യം ടേർട്ടിൽ ഓർ ടോർട്ടോയ്സിന് ഞാൻ ഫുൾ ഗ്രീൻ അടിക്കുവാണ്. ഫേസ്, ഷെൽ, കൈ, കാൽ എവറിവെയർ ഗ്രീൻ. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് ഞാൻ ബ്രൗൺ വെച്ചിട്ട് ഷെല്ലിൽ ഔട്ട്ലൈൻ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ടാണ് ഈ ടേർട്ടിലിനെ കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അത്രയും ഉള്ളൂ. ഇനി ബ്ലൂ വെയിൽ എന്താ ബ്ലൂ കളർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫേസിലും ടെയിലും ബ്ലൂ അടിച്ചു. പിന്നെ സ്ലീപ്പിംഗ് ഫോക്സിനെ ഞാൻ ഫുൾ ഓറഞ്ച് അടിച്ചു, പക്ഷേ അതിൻ്റെ ടെയിലും ഐസിനും വെറുതെ വിട്ടു. ബാക്കി ഫുൾ ഓറഞ്ച് അടിച്ചിട്ട് ബ്രൗൺ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തു. സിമ്പിൾ. ഇനി എന്താണ് ലേഡി ബഗ് റെഡ് കളറല്ലേ, അപ്പോൾ ഫേസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ റെഡ് കളർ കൊടുത്തു, കാലും ബോഡിയിലും. സ്പോട്ട്സ് ഓൾറെഡി ഞാൻ ബ്ലാക്ക് അടിച്ചതാണ്. ഇനി എന്താ നമ്മളുടെ ലാസ്റ്റ് റാറ്റിന് ഞാൻ ഫുൾ ഗ്രേ കളർ കൊടുത്തു, ചെവിയുടെ അകത്ത ഭാഗം മാത്രം വിട്ടു. പിന്നെ ചീസിന് ഞാൻ യെല്ലോ കളർ കൊടുത്തു. ഇതാണ് ഞാൻ ചെയ്ത കളർ. സോ ഹായ് ഫ്രണ്ട്സ്, വിത്ത് 1 ലീഫ് നമ്മൾ 5 ആനിമൽസിനെ വരച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ല്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡ്രോയിങ് ചെയ്യാം. കമൻറ്റ് ബിലോ ഞാൻ വേറെ എന്ത് വരയ്ക്കണമെന്ന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.